ദുബായ് കരാമയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട കേസിൽ സുഹൃത്ത് പിടിയിൽ. അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലെന്നാണ് സൂചന. വിതുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത്. ജമാൽ ചേരുന്നു. ജമാൽ, വിശദാംശങ്ങൾ. ഷമി, ദുബായിയെ നടുക്കിയ ഈ കൊലപാതകത്തിൽ ഇപ്പോൾ ഈ മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്ത് പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയായ ഒരു ആശുപത്രി ജീവനക്കാരനാണ് പിടിയിലായത്. ഇയാൾ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. 1.5 വർഷം മുമ്പാണ് ആനിമോൾ ദുബായിൽ എത്തിയത്. ദുബായ് കരാമിലാണ് ഇവരുണ്ടായിരുന്നത്. ദുബായിലെ ഒരു ക്രെഡിറ്റ് സെയിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ആനിമോൾ ഗിൽഡ. ഈ ആനിമോൾ ഗിൽഡയും അബുദാബിയിലെ ഈ പ്രതിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ഇവർ സുഹൃത്തുക്കളായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കൊലപാതകം എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ പ്രതി കൊലപാതകത്തിന് ശേഷം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കൊലപാതകത്തിന് തൊട്ട് തലേ ദിവസം ഈ പ്രതി ദുബായിൽ അബുദാബിയിൽ നിന്ന് കരാമയിൽ എത്തിയിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഏതായാലും ദുബായിയെ നടുക്കിയ ഈ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. വിതുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയാണ് മരിച്ചത്. ആനിമോളിന്റെ സുഹൃത്ത് അബുദാബിയിലെ ഒരു ആശുപത്രി ജീവനക്കാരനായ യുവാവാണ് ഈ കേസിൽ പിടിയിലായിരിക്കുന്നത്. ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നേയുള്ളൂ. ഏതായാലും മൃതദേഹം മറ്റു നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് ഇന്ന് തന്നെ അയക്കുമെന്നാണ് ദുബായിലെ സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഈ ആനിമോൾ മരിച്ചത്, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജമാല്, ഈ ഇവര് തമ്മിൽ സൗഹൃദമായിരുന്നോ അതോ ഇവര് തമ്മിൽ പ്രണയമായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കാരണം ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ തക്ക പ്രകോപനം എന്തായിരുന്നു എന്ന ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? ഇവർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആനിമോളെ ഈ തിരുവനന്തപുരം സ്വദേശി ഈ പ്രതി പരിചയപ്പെടുന്നത്. പിന്നീട് 1.5 വർഷം മുമ്പ് ആനിമോളെ ദുബായിലേക്ക് കൊണ്ടുവന്നതും ഈ പ്രതി തന്നെയാണ്. അതിനുശേഷം ഇവർ നിരന്തരമായി ഫോൺ ബന്ധവും മറ്റും ഉണ്ടായിരുന്നു എന്ന് സുഹൃത്തുക്കളൊക്കെ തന്നെയും പറയുന്നുണ്ട്. പക്ഷെ അതൊരു പ്രണയമാണോ എന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധമാണോ എന്ന് സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും ആരും നൽകുന്നില്ല. പക്ഷെ ഇവർ കൂടെ കാണാറുണ്ടായിരുന്നു. മാത്രമല്ല, ഈ മരിക്കുന്നതിന് തലേ ദിവസം ഈ പ്രതി കരാമയിൽ എത്തിയിരുന്നു. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതായി പോലീസ് അറിയിക്കുന്നുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടായ കലഹമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ജമാലാണ് വിശദാംശങ്ങൾ നൽകിയത്.